മലയാളം സിനിമയിലെ മാസ് ആക്ഷൻ പടങ്ങളുടെ തമ്പുരാൻ ഷാജി കൈലാസ് വീണ്ടും ഒരു തീപ്പൊരി ആക്ഷൻ ത്രില്ലറുമായി വരികയാണ്. അതും മലയാളത്തിൻ്റെ റഫ് ആൻഡ് ടഫ് നടൻ ജോജോ ജോർജിനെ നായകനാക്കി. നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ആ ബിഗ് ബജറ്റ് ചിത്രം വരവ് തിയേറ്ററുകളിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ചെറിയൊരു റിലീസ് വൈകലിന് ശേഷം ഇപ്പോൾ ഔദ്യോഗിക തിയേറ്റർ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് വരവെന്ന സിനിമയുടെ കഥ? ആരൊക്കെയാണ് ഈ മാസ് പടത്തിൽ അണിനിരക്കുന്നത്? ഇതിൻ്റെ മേക്കിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായി കാണുക. സിനിമാ പ്രേമികൾ ആദ്യം കുറച്ചൊന്ന് നിരാശയിലായിരുന്നു. കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമയുടെ റിലീസ് അല്പം നീണ്ടുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കൺഫേംഡ് വാർത്ത എത്തിക്കഴിഞ്ഞു. 2026 ജൂൺ 12 വരവ് തിയേറ്ററിലേക്ക് വേൾഡ് വൈഡായി ഇരച്ചു കയറും. ഈ ജൂൺ മാസത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വേട്ടയായിരിക്കും ഈ ചിത്രം എന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വരാം. ജോജോ ജോർജ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പോളച്ചൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ്. ഹൈ റേഞ്ചിലെ വൻ വിജയഭരണിയിലുള്ള വലിയ സ്വാധീനമുള്ള ഒരു പ്ലാനറാണ് പോളച്ചൻ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഇയാൾക്ക് തൻ്റെ പഴയ ജന്മനാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നു. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തുന്ന പോളച്ചനെ കാത്തിരിക്കുന്നത് പൂമാലകളല്ല, മറിച്ച് പഴയ ചില കടുത്ത പകകളും നാട്ടിലെ വൻകിട മുതലാളിമാരുടെ അഴിമതികളും വർഷങ്ങളായി തീരാത്ത വലിയ പ്രതികാരങ്ങളുമാണ്. ജന്മനാട്ടിലെ ഈ ക്രൂരമായ മാഫിയകൾക്കെതിരെയും രാഷ്ട്രീയ പകപോക്കൾക്കെതിരെയും പോളച്ചൻ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് വരവെന്ന ആക്ഷൻ ത്രില്ലർ സിനിമയുടെ കാതൽ. ഷാജി കൈലാസ് പടമെന്ന് പറഞ്ഞാൽ വലിയൊരു താരനിര ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഈ ചിത്രത്തിലും അതുതന്നെയാണ് ഹൈലൈറ്റ്. ജോജോ ജോർജ് തൻ്റെ കരിയറിലെ ഏറ്റവും മാസ് ആയ റഫ് ലുക്കിലാണ് ജോജോ ജോർജ് ഈ ചിത്രത്തിൽ എത്തുന്നത്. ഹെവി ആക്ഷൻ രംഗങ്ങളും ജോജോ ഇതിൽ തകർത്തിട്ടുണ്ടെന്നാണ് വിവരം. അർജുൻ അശോകൻ കരിയറിലെ വലിയൊരു ബ്രേക്ക് നൽകാൻ സാധ്യതയുള്ള വളരെ ലെയറുകളുള്ള ഒരു പ്രധാന വേഷത്തിലാണ് അർജുൻ എത്തുന്നത്. മുരളി ഗോപി വില്ലൻ വേഷത്തിലോ അതോ ശക്തനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലോ ആകും മുരളി ഗോപി എത്തുക. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് സിനിമയ്ക്ക് വലിയൊരു അസറ്റായിരിക്കും. വാണി വിശ്വനാഥ്, അതെ, മലയാളത്തിൻ്റെ ആക്ഷൻ ക്വീൻ വാണി വിശ്വനാഥ് ഈ ചിത്രത്തിലൂടെ ഒരു കടുപ്പമേറിയ വേഷത്തിൽ തിരിച്ചെത്തുന്നു എന്നത് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഷാജി കൈലാസിൻ്റെ മേക്കിംഗ് ശൈലി നമുക്കറിയാം. വലിയ ഡയലോഗുകൾ, വായുവിൽ പറക്കുന്ന GPS ക്യാമറ മൂവ്മെൻറ്റുകൾ, കാതടുപ്പിക്കുന്ന BGM. ഈ ചിത്രത്തിലും പഴയ ഷാജി കൈലാസ് മാജിക് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ക്യാൻവാസിലാണ് ഹൈ റേഞ്ചിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡ്യൂപ്പുകളില്ലാതെ പല അപകടകരമായ സ്റ്റണ്ടുകൾ ജോജോ ജോർജ് നേരിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ലൊക്കേഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനം ഓരോ സീനുകൾ കാണാൻ സാധിക്കും വിധമാണ് സിനിമയുടെ വിഷ്വൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ ജോജോ ജോർജ് പോളച്ചനായി തിയേറ്ററുകൾ തകർക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? 2026 ജൂൺ 12 നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. സിനിമാ ലോകത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും ഇതുപോലുള്ള കിടിലൻ അപ്ഡേറ്റുകളുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.